ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 12 പ്രിസംസ് എന്നുള്ളതാണ്. അതിലെ പേജ് നമ്പർ 200 ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട് അല്ലേ, അതിൻ്റെ എഡ്ജസ് ഒക്കെ തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ. റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ എഡ്ജസ് ഇത് മെൽറ്റ് ചെയ്തിട്ട് എന്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യൂബ്, ഒരേപോലെയുള്ള ഐഡൻറ്റിക്കൽ ക്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് 3 സെൻറ്റിമീറ്റർ. ഇങ്ങനെ എത്ര ക്യൂബുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇത് വെച്ചിട്ട് ചോദ്യം. നമ്മൾ തന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കാണാം, എന്നിട്ട് ക്യൂബിൻ്റെ വോളിയം കാണാം, എന്നിട്ട് അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് അതിന് എത്ര ക്യൂബുകൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം വോളിയം ഓഫ് ദ റെക്റ്റാങ്കുലർ ബ്ലോക്ക്, വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് തന്നെയാണല്ലേ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ബേസ് ഏരിയ 6 ഇൻറ്റു 9 റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ. 6 ഇൻറ്റു 9 ഇൻറ്റു ഹൈറ്റ് ഒരുമിച്ച് കൊടുക്കാം, 15 ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഇതങ്ങനെ എഴുതി വെക്കാം. ഇനി അടുത്തത് വോളിയം ഓഫ് ദ ക്യൂബ് കാണാം കേട്ടോ. വോളിയം ഓഫ് ദ ക്യൂബ്, അതായത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സൈഡ്സിൽ. അപ്പോൾ എല്ലാതും 3, 3 ഇൻറ്റു 3 ഇൻറ്റു 3. നമുക്ക് ഇതിനെ ഒന്നില്ലെങ്കിൽ ഇത് എല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്ന നമ്പറിനും ഇതിലെ ഇൻറ്റു ചെയ്ത നമ്പറും കൂടെ ഡിവൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനാണ് കുറച്ചുകൂടെ എളുപ്പം. 6 ഇൻറ്റു 9 ഇൻറ്റു 15 ബൈ 3 ഇൻറ്റു 3 ഇൻറ്റു 3. 6ൽ 3 ഡിവൈഡ് 2 പ്രാവശ്യം, 9ൽ 3 പ്രാവശ്യം, 3ൽ 15ൽ 3 5 പ്രാവശ്യം. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 2 ഇൻറ്റു 3 ഇൻറ്റു 5, 2 ഇൻറ്റു 3 ഇൻറ്റു 5, 3 2 6, 6 5 30. അപ്പോൾ 30 എണ്ണം അല്ലേ നമ്പർ. എത്ര ക്യൂബുകൾ ഉണ്ടാക്കാൻ പറ്റും, എത്ര സമചതുര കട്ടുകൾ ഉണ്ടാക്കാം, എത്ര ക്യൂബുകൾ ഉണ്ടാക്കാമെന്നാണല്ലോ. അപ്പോൾ 30 എണ്ണം നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് ഒരുമിച്ച് ഇൻറ്റു ചെയ്തിട്ട് ബൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 6 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് വോളിയം എന്നല്ലേ. അപ്പോൾ പ്രിസത്തിൻ്റെ ബേസ് എന്തിലാണ്, ബേസ് സ്ക്വയറിൻ്റെ ഷേപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് ഏരിയ കാണാൻ സ്ക്വയർ ആണ്, സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക അല്ലേ. എ സ്ക്വയർ ഇൻറ്റു എച്ച് ആണല്ലേ. എ സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡായി തന്നിട്ടുള്ളത് 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ എന്താണ് 6 സ്ക്വയർ, എ സ്ക്വയർ ഇൻറ്റു എച്ച് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. ബേസ് ഏരിയ എ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞത് ഇവിടെ 6 ആണ്. 6 സ്ക്വയർ, 6 ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റായിട്ട് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ്, അപ്പോൾ 6 ഇൻറ്റു 6 36, 36 ഇൻറ്റു 10 360, അതായത് സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കതിനെ cm ക്യൂബിക് സെൻറ്റിമീറ്റർ എഴുതാൻ പറ്റും. 360 ആണ്. ഇതിൽ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലേ.
വാട്ട് ഈസ് ദ മാക്സിമം വോളിയം ഓഫ് എ ട്രയാങ്കിൾ പ്രിസംസ് കട്ട് ഫ്രം ഇറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാവുന്ന ട്രയാങ്കുലാർ പ്രിസത്തിൻ്റെ വോളിയം എത്രയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ട്രയാങ്കിളാക്കി മാറ്റിയാൽ അതിൻ്റെ ഏരിയയുടെ പകുതി ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്കിത് കാണാൻ പറ്റും. ബേസ് ഏരിയ ഇവിടെ 6 × 6 36. അപ്പോൾ നമുക്ക് ഇനി ട്രയാങ്കുലാർ പ്രിസം ആക്കിയാൽ എന്തായിരിക്കും അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്? അതായത് 36ൻ്റെ പകുതി അല്ലേ, 36/2. അപ്പോൾ 36/2 1 18. നമ്മൾ എന്ത് ചെയ്താൽ മതി? 18 × അതായത് ട്രയാങ്കുലാർ പ്രിസത്തിൻ്റെ വോളിയം അല്ലേ, വോളിയം ഓഫ് ട്രയാങ്കുലാർ പ്രിസം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് തന്നെ. ഇവിടെ ബേസ് ഏരിയ എത്ര കിട്ടുക? 18 × 10. അപ്പോൾ 180 cm3. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.